ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്ന് കുറച്ച് 10 മണി ചെടിയുടെ കട്ടിംഗ് പീസൊക്കെ നടാമെന്ന് വിചാരിക്കുവാണ്. അതിനായിട്ട് ഞാൻ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലെ മണ്ണൊക്കെ ഒരു ടബിലൊക്കെ തട്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് എല്ലുപൊടി മാത്രം ഇട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായി ഞാൻ ഇങ്ങനെ ചെറിയ പോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെടി വാങ്ങുമ്പോഴൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ പോട്ടുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ഇതിലൊക്കെ 10 മണി ചെടികളൊക്കെ നടാമെന്ന് വിചാരിക്കുന്നു. അതിനായി ആദ്യം തന്നെ ഈ പോട്ടുകളിൽ നമ്മൾ കരിയിലയോ അല്ലെ പച്ചയിലയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കാരണം കരിയിലയൊക്കെ ഉണങ്ങി ഇത് മണ്ണിനോട് കൂടി ചേർന്ന് വരുമ്പോൾ അതൊക്കെ നമുക്ക് വളമായിട്ട് കിട്ടുമല്ലോ. അതിനുശേഷം കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്താൽ വേഗം ഇതൊക്കെ ചീഞ്ഞഴിഞ്ഞ് മണ്ണിനോടുകൂടി ചേർന്ന് ഒരു വളമാക്കി കിട്ടും നമ്മൾക്ക്. അതിനുശേഷം ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മണ്ണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലുപൊടി മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൃഷി ചെയ്ത മണ്ണായത് കാരണം കുറച്ച് വളക്കൂറൊക്കെ ഉണ്ടാവുമല്ലോ, അത് കാരണം ഞാൻ എല്ലുപൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം ഇങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ പോട്ടുകളിലൊക്കെ 10 മണി പൂ നട്ട് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ ടെറസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നല്ല പൂക്കൾ കൊണ്ട് നിറഞ്ഞതുപോലെ ഇരിക്കും. ഇതാ ഒരു പോട്ടിൽ നിറയെ ഇങ്ങനെ 10 മണി ചെടി നല്ല പോലെ വളർന്നു വന്നിട്ടുണ്ട്. എല്ലാ കളറും ഉണ്ട്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഏതൊക്കെ കളറാണ് ഉള്ളത് എന്ന്. ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് കട്ടിംഗ് പീസ് എടുത്തിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ഈ പോട്ടിലോട്ടേക്ക് എല്ലാം തന്നെ നട്ടു കൊടുക്കാം. ഒരേ കളർ വേണമെങ്കിൽ ഒരു പോട്ടിൽ ഒരേ കളർ മാത്രം നടാം, അല്ലെങ്കിൽ പലതരം കളറുകൾ ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും നടാം. എങ്ങനെയാ വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിന് നടാവുന്നതാണ്. ഞാൻ പല വെറൈറ്റി കളറുകളും ആണ്, വൈറ്റ്, പർപ്പിള്, യെല്ലോ, പിന്നെ ഡാർക്ക് പിങ്ക്, അങ്ങനെയൊക്കെയുള്ള കളറുകളാണ് ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നടുന്നത്. കണ്ടില്ലേ, ഇതുപോലത്തെ കട്ടിംഗ് പീസ് കൊണ്ടുവന്നിട്ട് എല്ലാ പോട്ടിലും നമുക്ക് നട്ടു കൊടുക്കാം. ഇതിന് അധികം വളത്തിന്റെ ആവശ്യമൊന്നുമില്ല. വേഗം എളുപ്പത്തിൽ വേഗം നടാൻ പറ്റുന്നതാണ്. ചെറിയ പോട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ കുറേ പൂക്കൾ വിരിഞ്ഞ് കാണാം. ഈ 10 മണി ചെടി എപ്പോഴും ഉണ്ടാവും. നമ്മൾക്ക് ഗാർഡൻ സുന്ദരമാക്കാൻ ഏറ്റവും നല്ലതാണ് ഈ 10 മണി ചെടി. മുട്ടുകൾ ഉള്ളതാണ് നടുന്നതെങ്കിൽ പിറ്റേന്ന് തന്നെ ഇതുപോലെ പൂ വിരിഞ്ഞ് നമുക്ക് കാണാം. ഇതുപോലെ ഓരോ പോട്ടിലാക്കിയിട്ട് ഓരോ മതിലിന് വെച്ച് കൊടുത്താൽ ടെറസിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കണ്ടില്ലേ, എല്ലാം നല്ല വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുതേ. താങ്ക് യു.